ഓക്കെ. അപ്പൊ അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിട്ട് എപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഈ നമ്മള് ഈ ആളുകൾ റാഷണൽ ആയിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നത്. അപ്പൊ അത് എപ്പോഴും പറഞ്ഞു തുടങ്ങുന്നത് ഈ ആളുകൾ റാഷണൽ ആയിട്ടല്ല തീരുമാനം എടുക്കുന്നതെന്ന് പറയുന്നത് തുടങ്ങുന്നതിന് കാരണം റാഷണൽ ആയിട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്ന എക്സ്പെർട്ടുകൾ ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റയുടെ സഹായത്തോടു കൂടിയും അവരുടെ ബുദ്ധി ഉപയോഗിച്ചുമൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന എക്സ്പെർട്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്പെർട്ടുകളെയാണ് അങ്ങനെയുള്ള എക്സ്പെർട്ടുകൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടത്. അത് രണ്ട് തരത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഒന്ന് ഗവൺമെന്റിന്റെ കാര്യത്തിൽ, ഗവൺമെന്റ് പോളിസീസിന്റെ കാര്യത്തിൽ ആളുകൾക്ക് എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാനുള്ള കഴിവില്ല. അപ്പൊ അവിടെ ഗവൺമെന്റ് ഇടപെടണം എന്നുള്ളത്. രണ്ട്, നമ്മൾ ഈ സാമൂഹിക വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയുമ്പോൾ എക്സ്പെർട്ടുകൾ പറയുന്ന അഭിപ്രായങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു സംഭവം നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെ അങ്ങനെ ഒരു വാദം കേൾക്കാറുണ്ട്. ഏഹ് ഏഹ് അല്ലാതെ സാധാരണ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതിൽ ഒരു അർത്ഥമൊന്നുമില്ല. നമ്മൾ ഈ കാര്യത്തിൽ എക്സ്പെർട്ട് ആണോ? എക്സ്പെർട്ട് ആയിട്ടുള്ള അവര് പറഞ്ഞു നോക്കൂ, ഇവര് പറഞ്ഞു നോക്കൂ. ഇതിനെ പറ്റിയിട്ട് എന്താണ് വിഷയം? ഇപ്പം അതുകൊണ്ട് അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ബയാസുകൾ ഉണ്ട്. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒക്കെ നമുക്ക് പ്രോസസ് ചെയ്യുന്നതിലൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പൊ നമ്മളെ ബയാസിനനുസരിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ സാധ്യതകൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇതേ കാര്യം തന്നെ നമുക്ക് എക്സ്പെർട്ടിന്റെ കാര്യത്തിലും പറയാം. അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, എന്താണ് കിട്ടുന്നത്, ആ രീതിയിലായിരിക്കും അവരും പ്രതികരിക്കുക. അപ്പൊ അവർക്കും അവരുടേതായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ബയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവും. ഇപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിട്ടെങ്കിൽ പ്രശ്നമാവുന്ന അവർക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതൊന്നും മയപ്പെടുത്തിയിട്ടേ പറയുള്ളൂ. അതൊക്കെ അവർ പർപ്പസ്ഫുൾ ആയിട്ട് എടുക്കുന്ന ബിഹേവിയർ ഡിസിഷൻ തന്നെയാണ്. അപ്പം അതെ. ഇപ്പൊ ഞാന് നേരത്തെ നമ്മൾ പറഞ്ഞ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ കേസിൽ തന്നെ ഓസ്ട്രിയൻ എക്കണോമിക്സ് എന്തുകൊണ്ട് മെയിൻ സ്ട്രീം ആകുന്നില്ല എന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ്. അല്ലെ? ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ സോവിയറ്റ് റഷ്യയില് ഒരു എക്സ്പേർട്ടും കമ്മ്യൂണിസത്തിനെതിരെ സംസാരിക്കാൻ പോകുന്നില്ല. അല്ലെ? ആ സമയത്ത്. അല്ലെങ്കിൽ ഇപ്പൊ മാവോയുടെ കൾച്ചറൽ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ആരും ഈ കളക്ടിവിസത്തിനെതിരെ ആരും ഒരു എക്സ്പെർട്ട് അഭിപ്രായം പറയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അല്ലെ? അപ്പൊ സെൻട്രൽ പ്ലാനിങ്ങിനെതിരെ ഒരു തീസിസ് അവിടെ വരില്ല. വരില്ല എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പേർട്ട് എന്ന് വിളിക്കുന്നത് എക്സ്പേർട്ട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. ആർക്കും അഭിപ്രായം പറയുന്നത് ആ പറയുന്ന കാര്യത്തിന്റെ മെറിറ്റ് ആണ് നോക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഒരു കാര്യത്തില് എക്സ്പെർട്ടൈസ് ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യത്തിൽ തെറ്റായിട്ട് വരാം. ഒന്ന്, അല്ലെ? ഇപ്പം എനിക്കിപ്പം അറിയാവുന്ന വിഷയം ഇപ്പൊ ഈ വിഷയത്തിലായിരിക്കും അറിയാവുന്നുണ്ടാവുക. പക്ഷെ ഞാൻ ഈ വിഷയത്തിൽ എന്നെ ഒരു എക്സ്പെർട്ട് ആക്കി എടുത്തു എന്ന് കരുതാം. ഞാൻ എക്സ്പെർട്ട് ആണെന്നല്ല, എക്സ്പെർട്ട് ആക്കി എടുത്തു എന്ന് കരുതാം. പക്ഷെ ഞാനൊരു മെഡിസിൻ ഫീൽഡിൽ പറയുന്ന കാര്യം ശരിക്കും തെറ്റാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ എപ്പോഴും കാണുന്നുമുണ്ട്. ഒരു ഒരു ഓരോരുത്തർ സംസാരിക്കുന്ന വിഷയങ്ങൾ വേറൊരു വിഷയത്തിൽ അവർ വളരെ മോശം അഭിപ്രായം പറയുമ്പോൾ നമ്മൾ അയ്യോ എന്ന് സംസാരിച്ചു. നമ്മൾ ഈ അടുത്തിടയ്ക്ക് ആയുർവേദവും സ്യൂഡോ സയൻസും തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ഈ കാര്യത്തിനെ പറ്റിയിട്ട് ചിലപ്പോൾ പുള്ളിക്ക് അത്ര അറിവുണ്ടാകണമെന്നില്ല. അതൊരു കാര്യം. പിന്നെ രണ്ടാമത് പറഞ്ഞ പോലെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം, ബയാസസ്, നേരത്തെ ഡേറ്റ അനലൈസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ, ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. അത് നമ്മുടെ ഈ യൂസ് ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ട് ഹയക്ക് പറഞ്ഞ ഒരു പ്രശ്നം. നമുക്കൊരിക്കലും ഒരു മൊത്തം ഇൻഫോർമേഷനും കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ്. എത്ര വലിയ എക്സ്പെർട്ട് ആണെന്ന് പറഞ്ഞാലും എത്ര വലിയ ഡേറ്റ ടൂൾ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരുടെയും ഇഷ്ടങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഒരൊറ്റ സംഭവത്തിലേക്ക് ഒതുക്കുക എന്ന് പറഞ്ഞൊരു പ്രശ്നമാണ്. അത് 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 ഏതെങ്കിലും ഒരു ബുദ്ധിമാനായിട്ടുള്ള എക്സ്പെർട്ട് ആണോ, അയാൾക്ക് എന്തെങ്കിലും ഒരു നല്ല ടൂൾ ഉണ്ടോ എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ളതാണ്. കാരണം ഓരോരുത്തരുടെയും മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ് അയാൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നത്. അത് നമുക്ക് എത്ര ഡേറ്റ അനാലിസിസും വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ അത് നടക്കും. എവിടെ നടക്കും? മാർക്കറ്റിൽ നടക്കും. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻട്രൽ പ്ലാനിങ്ങിനെതിരെ സംസാരിക്കുന്നതും ഓരോരുത്തരെ അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും വിട്ടുകൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് ഓരോരുത്തർ തീരുമാനങ്ങൾ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനും വിഷ്ണുവും തമ്മിൽ ഒരു ഡീലിങ്സ് നടത്തുമ്പോൾ വിഷ്ണു എനിക്ക് എന്താണോ വിൽക്കുന്നത്, ഇപ്പൊ ഒരു നേരത്തെ പറഞ്ഞ പുസ്തകത്തിന്റെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല. എനിക്ക് അച്ചടി മഷിയുടെ വില കൂടിയെന്നോ പേപ്പറിന്റെ വില കൂടിയെന്നോ ഒന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ബുക്ക് എനിക്ക് ഞാൻ കൊടുക്കുന്ന പൈസയെക്കാളും മൂല്യം, അല്ലെ, എനിക്ക് ആ ഒരു നടക്കുന്നുണ്ടോ എന്ന് മാത്രമേ ഞാൻ നോക്കുള്ളൂ. അപ്പൊ പ്രൈസ് എന്ന് പറയുന്ന സംഭവം നോക്കിയിട്ടാണ് നമ്മളത് ഡീൽ ചെയ്യുന്നത്. അപ്പം ഞാനും വിഷ്ണുവും തമ്മിലുള്ള എനിക്ക് ആ പ്രൈസ് മാത്രം അറിഞ്ഞാൽ മതി. അതേസമയം വിഷ്ണു ഈ ബുക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ പേപ്പർ മേടിക്കുകയും പേന മേടിക്കുകയും, വിഷ്ണുവിന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ പേപ്പറിന്റെയും പേനയ്ക്കും വിഷ്ണുവിന് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ്. അപ്പൊ ഓരോരുത്തരും അവര് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളുടെ മാത്രം അറിവുണ്ടായാൽ മതി എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കലാണ്. അവരാണ് നമ്മൾ ഇമ്മീഡിയറ്റ് പ്ലാനേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അവരാണ് യഥാർത്ഥത്തിൽ എക്സ്പേർട്ടുകൾ.
അപ്പൊ എക്സ്പെർട്ട് പ്ലാനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൽ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ നോളജിനനുസരിച്ച് അവര് പ്ലാൻ ചെയ്യുന്നതാണ്. എന്റെ കാര്യങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാൾ ഞാനാണ്. എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും എന്റെ കാര്യങ്ങൾ നന്നായി അറിയില്ല. അപ്പോഴാണ് നമ്മൾ പറയുന്നത് എന്റെ കാര്യവും ഈ ലോകത്തുള്ള ഈ രാജ്യത്തുള്ള എല്ലാവരുടെയും കാര്യവും ഡൽഹിയിൽ ഇരിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതാണ് എക്സ്പെർട്ടുകളുടെ എന്നുള്ളത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ അഭിപ്രായം പറയുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും എക്സ്പെർട്ടുകൾക്ക് അവരുടേതായ ബയാസുകൾ ഉണ്ടെന്നും, ഇനി എക്സ്പെർട്ട് അല്ല ആര് പറഞ്ഞാലും ഒരു കാര്യം ശരിയാണോ തെറ്റാണോ തീരുമാനിക്കുക അതിന്റെ ഒബ്ജക്ടിവിറ്റി നോക്കിയിട്ടാണ്. അതിന്റെ അത് എത്രമാത്രം ശരിയാണ്, ലോജിക്കലി എത്ര ശരിയാണ്. അഭിലാഷ് നേരത്തെ ഒരു ഫീൽഡിലുള്ള എക്സ്പെർട്ട് മറ്റൊരു ഫീൽഡിലും ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് പറയാന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു ഫീൽഡിൽ എക്സ്പെർട്ട് അതേ ഫീൽഡിൽ തന്നെ പറയുന്ന കാര്യവും ശരിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം നമുക്ക് ഇപ്പൊ എക്കണോമിക്സ് അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ ഇഷ്യൂ ആയാലും ഒരു സാമൂഹ്യ വിഷയത്തിനെ പറ്റി ഏതൊരു അഭിപ്രായം പറയുമ്പോഴും രണ്ട് സൈഡിലും നിന്ന് പറയുന്നത് പല രീതിയിലുള്ള എക്സ്പെർട്ടുകൾ ഉണ്ട്. പലതരത്തിലുള്ള എക്സ്പെർട്ടുകൾ രണ്ട് എക്സ്ട്രീംലി കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെർട്ടുകൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എക്സ്പേർട്ടിനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ എക്സ്പേർട്ട് പറയുന്നത് ആണ് ശരിയാവാൻ സാധ്യത കൂടുതൽ. അതുകൊണ്ട് എക്സ്പേർട്ടിനെ കേൾക്കും എന്ന് പറയുന്ന ഒരു ആർഗ്യുമെന്റ് വെക്കുന്നത് ബേസിക്കലി അവർക്ക് ഏതാണോ അവരുടെ ബയാസ്, ആ ബയാസിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്ന എക്സ്പേർട്ട് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ആ എക്സ്പേർട്ടിനെ മാത്രം കേൾക്കുകയും മറ്റുള്ള എക്സ്പേർട്ടിനെ ഒഴിവാക്കുകയാണ് അവർ അവിടെ ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പം ഒരു വിഷയത്തിൽ പറയുന്നത് ആ വിഷയത്തിൽ തന്നെ എക്സ്പേർട്ട് ആണ്, അല്ലെങ്കിൽ ഒരാളൊരു വാദം ഉന്നയിക്കുകയാണ്, അത് ഇന്ന എക്സ്പേർട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ വാദം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി അയാൾ ഉദ്ദേശിക്കുന്ന അവിടെ ഒരു അപ്പീൽ ടു അതോറിറ്റി ഫാലസിയാണ് ബേസിക്കലി. കാരണം ആ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ആ പേപ്പർ കുറെ ആൾക്കാർ വൈഡ്ലി ആക്സെപ്റ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്പേർട്സിന്റെ ഇടയിൽ അതിന് കൂടുതൽ കോൺസെൻസസ് ഉള്ളതുകൊണ്ടോ ഒന്നും അത് ശരിയാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പറിലുള്ള കണ്ടന്റ് വെച്ചിട്ട് തന്നെ ആ പേപ്പർ ശരിയാവും. അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് പറഞ്ഞ അഭിപ്രായം ശരിയാവണമെന്നുണ്ടെങ്കിൽ അത് അതിന്റെ അഭിപ്രായത്തിന്റേതായ നിലയിൽ തന്നെ അത് ശരിയാവും. അല്ലാതെ എക്സ്പെർട്ട് തന്നെ പറയണമെന്നില്ല. ഇപ്പം തിയറി ഓഫ് റിലേറ്റിവിറ്റിന്റെ കാര്യം പറഞ്ഞു, അത് ഐൻസ്റ്റീൻ പറഞ്ഞതുകൊണ്ടാണ് ശരിയെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ആ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റീൻ എന്താണോ കാര്യങ്ങൾ പറഞ്ഞത് ആ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ഒരു 10ാം ക്ലാസ്സിലുള്ള ആള് പറഞ്ഞാൽ പോലും ആ സംഭവം ശരിയാണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ എക്സ്പേർട്ട് ഈ എക്സ്പെർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യം, സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യണം അതിന്റെ. ഈ എക്സ്പെർട്ടിന്റെ കാര്യം പറഞ്ഞപ്പം ഇപ്പം ഈവൻ എക്സ്പെർട്ട് ഒരു സംഭവം അയാളുടെ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ചിട്ട് ഒരു വന്നാലും സാമൂഹ്യ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത്, അല്ലെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ റിസർവേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഇതിന്റെ ദൂഷ്യഫലങ്ങളാണ് കൂടുതലെന്ന് കണ്ടുപിടിച്ചാലും ഏതെങ്കിലും ഒരു സർക്കാർ ആ പോളിസി എടുക്കുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ സംതിങ് ലൈക്ക് സബ്സിഡി എന്ന് പറയുന്ന സംഭവം ആക്ച്വലി നമ്മുടെ കർഷക മേഖലയ്ക്ക് പ്രശ്നമാണ്, കാർഷിക ബില്ലാണ് വേണ്ടത് എന്നുള്ളതാണെങ്കിലും ജനങ്ങള് റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ ബില്ല് പിൻവലിക്കേണ്ടി വരും എന്നുള്ളത്. അപ്പൊ നമ്മളൊരു ഡെമോക്രാറ്റിക് ഒരു സിസ്റ്റത്തിലെ ആ കാര്യങ്ങൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ എത്രത്തോളം വോട്ട് കിട്ടുക, ഇൻസെന്റീവ്സും കൺസ്ട്രെയിൻസും വെച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുക. അപ്പൊ നമ്മൾ എക്സ്പെർട്ട് എന്ന് പറഞ്ഞപ്പം എക്സ്പെർട്ടുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് മെജോറിറ്റി വോട്ടാണ് തീരുമാനിക്കപ്പെടുന്നത്, അല്ലെ? നമുക്കറിയാം നമ്മളുടെ മെജോറിറ്റി ആയിട്ടുള്ള പല ആശയങ്ങളും ഭയങ്കര റിഗ്രസീവ് ആയിട്ടുള്ള, കാരണം മതം പോലെയുള്ള, ജാതി പോലെയുള്ള, അന്ധവിശ്വാസങ്ങൾ പോലെയുള്ള എല്ലാം വിശ്വസിക്കുന്ന ആൾക്കാരുടെ മെജോറിറ്റി. ഇതേ മെജോറിറ്റിയുടെ ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശരിയാകും എന്നുള്ള വിശ്വാസത്തിലാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ ഇൻഡിവിജ്വൽസ് വേഴ്സസ് കളക്റ്റീവ് എന്ന് പറഞ്ഞ ഇതിനകത്ത് നമ്മൾ എപ്പോഴും ഇൻഡിവിജ്വൽസ് പറയുന്നതിനോട് നിൽക്കുന്നത്. ഈ കാര്യങ്ങളുണ്ട്. പ്രാക്ടിക്കലി ഈ കളക്റ്റീവിന് ഡിസിഷൻസ് എടുക്കാനുള്ള പ്രശ്നം, ഈവൺ ഇഫ് ദേ ഹാവ് കറക്റ്റ് ഇൻഫോർമേഷൻ ആണെങ്കിൽ പോലും അവർക്ക് ഒരിക്കലും അത് നടപ്പിലാക്കാൻ പറ്റില്ല. എപ്പോഴും നടപ്പിലാകുന്നത് എന്താണോ പോപ്പുലർ അതാണ് നടപ്പിലാകുക എന്നുള്ളതാണ്. നമുക്കത് നമ്മുടെ രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ എപ്പോഴും കാണുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ഡെമോക്രസി ഒരുപാട് മുമ്പുള്ള സിസ്റ്റത്തെക്കാൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ആരും ഈ ഡെമോക്രസിയുടെ ഈ പ്രശ്നങ്ങളൊന്നും സംസാരിക്കാൻ തയ്യാറാവില്ല, അല്ലെ? ഡെമോക്രസി ആരും തൊടാൻ പാടില്ല, അതൊരു വിശുദ്ധ പശുവാണ്. അപ്പം ലൈക്ക് ഇതിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഡെമോക്രസിയെക്കാട്ടും നല്ലൊരു സിസ്റ്റമാണ് ഇൻഡിവിജ്വൽസ്. അപ്പൊ ആൾക്കാർ പലപ്പോഴും അതിന് പറയുന്ന ഒരു ന്യായം, ഇൻഡിവിജ്വൽസിന് നമുക്കെല്ലാം വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ പല വലിയ കാര്യങ്ങളും നടക്കില്ല, വലിയ തരത്തിലുള്ള കോർഡിനേഷൻ ആവശ്യമുണ്ട്. ഇപ്പൊ മനുഷ്യന് പരസ്പരം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു രീതിയുണ്ട്. ആൾക്കാർ ഫോഴ്സ് ഉപയോഗിച്ച് മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പം ഇവിടുന്നൊരു അത് ഹൈവേ ആകാം, വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആകാം, എന്ത് കാര്യമാണെങ്കിലും. പക്ഷെ ആക്ച്വലി
ഒരു കാര്യവും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മളെല്ലാം മറ്റുള്ളവരോട് സഹകരിച്ച് വോളണ്ടറി ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ സംസാരിച്ച് വന്നപ്പം ഈ നമ്മൾ